ഇത് ഏതാ മോഡൽ? റിസ്ത. ഇത് റിസ്ത മിഡിൽ മോഡലാണ്. സെഡ്. സെഡ്. ഓക്കെ ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ? ഒരു 37,500 അടുത്തായിട്ടുണ്ട്. 37,500 കിലോമീറ്റർ ഓടി അല്ലേ? ബാറ്ററിന്റെ മാറ്റമുള്ളൂ. ബേസ് മോഡലാണെങ്കിൽ ഡിസ്പ്ലേ സാധാ ഡിസ്പ്ലേ ആയിരിക്കും. ബാറ്ററി മോട്ടറും മിഡിൽ മോഡലിന് സെയിം ആണ്. 2.9 ബാറ്ററി ഉണ്ട്. പിന്നെ മോട്ടർ എല്ലാ മോഡലിനും 4300 വാട്ട്സ് മോട്ടർ. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാ? ഇത് മലപ്പുറം വേങ്ങര. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, മലപ്പുറം വേങ്ങര കൂരിയാട് ഭാഗം. ഷിയാബ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? വർക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ കൊറിയർ സർവീസിലാണ്. ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആവാറായി. അപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാവുമല്ലോ? ഇപ്പോൾ നല്ല ഓട്ടം ഉണ്ട്. കാരണം കുറച്ച് ലോങ് ഏരിയ ഉള്ള സാധനവും ഞാൻ എടുക്കുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അത്ര എക്സ്പെൻസ് ഉള്ളൂ. മറ്റേതൊരു കിലോമീറ്റർ ഇതിന് മുന്നേ പെട്രോൾ വണ്ടി ആയ സമയത്ത് ഒരു കിലോമീറ്ററിന് 2 റുപ്യൻ്റെ മുകളിൽ ചെലവ് വരുന്നുണ്ട്. ഇതൊരു 20 പൈസ ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ 1-2 സാധനത്തിന് കുറച്ച് ലോങ് പോയാലും നമുക്ക് നഷ്ടമില്ല. ഓക്കെ. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് ഒരു ദിവസം? അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു മാസം എത്ര കിലോമീറ്റർ ഓടും? ഡെയിലി നമ്മൾ ട്രിപ്പ് മീറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ശരാശരി നല്ലൊരു ഓവർലോഡ് ഉള്ള സമയത്താണെങ്കിൽ ഒരു 90ന്റെ അടുത്ത് ഓടുന്നുണ്ട്. അല്ലാത്തൊരു ആവറേജ് ആകുമ്പോൾ ഒരു 70-80 ഒക്കെ അങ്ങനെ പോകും. 70-80 കിലോമീറ്ററിന്റെ അടിയിലായിട്ട് പോകുന്നുണ്ട്. അതേപോലെ മാർക്കറ്റിൽ ഒരുപാട് വണ്ടികളുണ്ടല്ലോ. അപ്പം ഈ റിസ്ക് തന്നെ എടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ പ്രത്യേകിച്ച്? റിസ്ത എടുക്കാൻ കാരണം ഒന്നാമത് നമ്മൾ മലപ്പുറത്ത് തന്നെ ഷോറൂം ഉണ്ട്. പിന്നെ മെയിൻ നമ്മൾ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴും പറയാനുള്ള ഒരു 30% കമ്പനി പറയുന്നതിനേക്കാൾ ഒരു 30% കുറച്ചിട്ട് നമ്മൾ ട്രൂ റേഞ്ച് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ മിഡിൽ മോഡൽ ആയതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് 123 കിലോമീറ്റർ ആണ്. അപ്പൊ അതിന് എന്തായാലും ഒരു 30ന്റെ മുകളിൽ നമ്മൾ ഡ്രോപ്പ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും 70-80 അങ്ങനെ റിസ്ക് പരിഗണനയിലേക്ക് വന്നു. അങ്ങനെ ഈ സമയത്ത് തന്നെ ഞാൻ കമ്പനിയോട് ബന്ധപ്പെട്ടു, ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ട്, നിങ്ങൾ അവിടെ ഗ്രിഡ് വെച്ച് തരികയാണെങ്കിൽ ഞാൻ റിസ്ക് എടുക്കാന്നുള്ളത്. കമ്പനി അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ വീഡിയോസ് ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. ഗ്രിഡ് വെച്ച് ഞാൻ എന്റെ ചാനലിൽ ഇട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം. അടിപൊളി. അപ്പോൾ കമ്പനി അതിന്റെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അവര് കണ്ടീഷൻ പറഞ്ഞ ആ ബിൽഡിംഗ് ഓണർ പെർമിഷൻ മാത്രം മതി എന്നുള്ള. ഇപ്പൊ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് നിലവില്? ഇപ്പൊ കമ്പനിനോട് അങ്ങനെ ഞാൻ ചോദിച്ചു സത്യത്തിൽ എത്ര കിട്ടുന്നുള്ളത്. അപ്പൊ കമ്പനിന്റെ ആള് പറഞ്ഞു 80 എന്തായാലും കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു 30% മുകളിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടാണ് ട്രൂ റേഞ്ച് പറയുന്നത്. അപ്പോൾ സത്യമായിരുന്നു 80 കിട്ടുന്നുണ്ടായിരുന്നു. 80 ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇത് ഞാൻ ഈ ലോങ് ട്രിപ്പ് പോയപ്പോ എനിക്ക് 100ന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. 100 തന്നെ പറയാം. കാരണം സ്ട്രൈറ്റ് റോട്ടില് അത്രയും ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് IDC റേഞ്ചിന്റെ ആ ലെവലിക്ക് തന്നെ വരാം കിട്ടും. അതായത് അത്ര സ്ട്രൈറ്റ് റോട്ടിൽ നല്ല റേഞ്ച് ഉണ്ട്, 100ന്റെ അടുത്തുണ്ട്. ഇത്രയും സാധനം ഉണ്ടാവും. പിന്നെ പുറമെ ഇവിടെയും സാധനം ഉണ്ടാവും. ഒന്നുകൂടി ലോഡ് ഓവർ ആണെങ്കിൽ ഇവിടെയും സാധനം ഉണ്ടാവും. അത് കയറില്ല, നമ്മൾ കെട്ടാനുള്ള ഇത് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്തും സാധനം ഉണ്ടാവും. അപ്പൊ ഇത്രയും ലോഡും പിന്നെ ഇവിടെ നമ്മളെ ഏരിയ പറഞ്ഞാൽ കുന്നും മലയും മലയോര മേഖലയാണ്. ശരിക്ക് എന്റെ വീഡിയോയിലൊക്കെ ശരിക്ക് കാണാം. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഈ 80 നമ്മൾ കുറക്കണം. നിങ്ങളെ ചാനലിനെ പറ്റി നിങ്ങൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? ഷാൻ വീഡിയോസ്. റേഞ്ച് ഇപ്പോ ഒരു മാറ്റം വന്നിട്ടില്ല. വേണമെങ്കിൽ ഒരു 1% കുറവ് എന്ന് പറയാം. കാരണം എന്റെ വീട്ടിൽ നിന്ന് ഓഫീസ് വരെ 4.9 കിലോമീറ്ററാണ്. അത് എന്നും ഫിക്സഡ് ആയിരിക്കും. ഞാൻ ഇപ്പൊ ഓരോ 5000 കിലോമീറ്ററിന്റെ സർവീസിന് പോകുമ്പോഴും ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പൊ 4.9 കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ ഇതില് ചിലപ്പോ ഒരു 5% കുറയുന്നുള്ളൂ. 5% അല്ലെങ്കിൽ ചില സമയത്ത് 4% കൊണ്ട് തന്നെ അവിടെ എത്താറുണ്ട്. അതായത് ആവറേജ് 1% ഒരു കിലോമീറ്റർ ലെവലിൽ പോകുന്നുണ്ട്. അതേപോലെ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നോ? ഇതൊരു ടൈറ്റ് ആവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ ആളുകൾ പറഞ്ഞിരുന്നു ഒരു പിടുത്തുണ്ട് എന്നുള്ളത്. അതും അവര് സർവീസ് കഴിയുമ്പോഴും ആ പിടുത്തുണ്ടായിരുന്നു. പിന്നെ ചെറിയ വിഷയമല്ലേ വെച്ചിട്ട് ഓക്കെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ സാധനങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞാല് സസ്പെൻഷന്, റിയർ സസ്പെൻഷന് ഒരു എടുത്ത ആളെ പൊക്കണ പോലത്തെ ഒരു ആക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അത് അന്ന് 20,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആ സമയത്ത് കൊടുന്നോള് നമ്മൾ മാറ്റാറുണ്ട്. അങ്ങനെ അത് അവർ പറഞ്ഞു ഇത് അവിടെ ഇടേണ്ടി വരും, വാറണ്ടി അപ്രൂവൽ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അത് ആ സമയത്ത് അവര് സാധനം ആ സർവീസിൽ തന്നെ മാറ്റി തന്നു. പിന്നെ 18,000 ബെൽറ്റ് പൊട്ടി. നല്ല ലോഡുള്ള സമയത്ത് അങ്ങനെ രാത്രി ഞാൻ കൊണ്ടുപോയിട്ടത്. രാവിലെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, വൈകുന്നേരം അവര് മാറ്റി തന്നു. വാറണ്ടിയിൽ മാറ്റി തന്നു. 20 കാലറ്റ് ആണ് അത്. അതിന്റെ അകത്താണെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ മാറ്റി തരും. ടയർ കുറെ പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവില്ലേ? ടയർ
ഫസ്റ്റ് MRF ടയറായിരുന്നു, കമ്പനി ടയർ. അതിന് ശേഷം ഞാൻ ഡൺലപ്പ് ഇട്ടു. ഡൺലപ്പ് അടിപൊളിയായിരുന്നു, 10,000 മുകളിൽ ഓടി. അതിന് ശേഷം ഞാൻ അപ്പോളോ ഇട്ടു. അപ്പോളോ ഒരു 5,000 ഒക്കെ ഓടിയിട്ടുള്ളൂ, എന്തുകൊണ്ടാ അറിയില്ല. അതിന് ശേഷം TVS ഇട്ടു. ഏകദേശം ഇത് 5ാമത്തെ ടയറാണ്. ഇത് ശരിക്കും എൻഡോർക്കിന്റെ ടയറാണ്. ഇത് നമ്മളെ സുഹൃത്ത് ഇട്ട് സൂട്ടായതിനു ശേഷം ഞാൻ ഇട്ടതാണ്. ഫ്രണ്ടില് ടയർ ഇപ്പൊ ഇത് 2ാമത്തെ ടയറാണ്. അത് നല്ല ഈട് നിൽക്കുന്നുണ്ട്. പിന്നെ മാറ്റിയത് പറഞ്ഞാല് 20K ഫ്രണ്ട് ഡിസ്കിന്റെ ഇത് മാറ്റി. പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം 25-30 ഇത് ബാക്കത്തെ ലൈനർ മാറ്റി. അതിനൊന്നും വില ഇല്ല കേട്ടോ. ആളുകൾ വെറുതെ കുപ്രചരണം നടത്തുകയാണ്. ഇതിന്റെ പാർട്സിന് ഭയങ്കര വിലയാണ്. പക്ഷെ ആദ്യം ബെൽറ്റിന് 3000 ഉണ്ടായിരുന്നു, ഇപ്പൊ 1500 ഉള്ളൂ. ഇൽഹോൾഡ് ഇപ്പൊ പോയിട്ടുണ്ട്. ഇൽഹോൾഡ് പോയിട്ട് 35,000 കിലോ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഒരു അപ്ഡേഷൻ വന്നു. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇടക്കിടക്ക് വരും. ഈ ഗുണം എന്താ അറിയോ, മെസ്സേജ് വരും, രാത്രി ഇത്ര സമയത്ത് അപ്ഡേഷൻ വരും കേട്ടോ, വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് സമയം ആവുന്നുള്ളത്. അങ്ങനൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഗുണമാണ്. കാരണം നമ്മൾ തിരക്കുടിച്ച് വണ്ടി എടുത്ത് രാവിലെ പോകുന്നുള്ള ചില സമയത്ത് നടക്കൂല. അപ്പൊ മുൻകൂട്ടി നമ്മൾ ഈ മെസ്സേജ് വന്നാൽ നമുക്ക് ശ്രദ്ധിക്കാം രാവിലെ ഇങ്ങനെ ഒരു ലാഗ് വരും എന്നുള്ളത്. അതിനുശേഷമാണ് ഈ ഇൽഹോൾഡ് പോയത്. ഈ 35,000 കിലോമീറ്റർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും ശേഷം ഇൽഹോൾഡ് പോയി. പിന്നെ ഇപ്പൊ അഡ്ജസ്റ്റ് ഞാൻ അടുത്ത സർവീസിൽ പറയാം. കുറച്ചും കൂടി ഓടിയ 40,000 സർവീസായി. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? പോരായ്മ തോന്നിയത് പല ആളുകളും ഇതിന് പറഞ്ഞിട്ടുണ്ട്. ബെൽറ്റിന്റെ ശബ്ദം ഭയങ്കര നോയ്സ് ആയിരുന്നു. ഈ 35,000 കിലോമീറ്ററിന്റെ സർവീസിന് പോയപ്പോഴാണ് അവർ ക്ലിയർ ആക്കി തന്നെ. ബെൽറ്റ് നോയ്സ് പറഞ്ഞാൽ ആക്സിലേറ്റർ വിട്ട് നോർമലി പോകുമ്പോ ഭയങ്കര ഒരു മൂളക്കായിരുന്നു. അത് നമ്മള് അങ്ങാടിയിൽ നിന്നൊക്കെ വല്ല അങ്ങാടിയിൽ ആളുകളുള്ള സമയത്ത് ഇത് ആക്സിലേറ്റർ വിടാൻ നമുക്ക് മടിയാണ്. ചെറിയ ആക്സിലേറ്ററിൽ പോകും, കാരണം അത്രയും ശബ്ദമായിരുന്നു. ആളുകൾ നോക്കുമായിരുന്നു, ഭയങ്കര മൂളക്കായിരുന്നു. ഇപ്പൊ ആ പ്രശ്നം 35,000 അവര് പരിഹരിച്ചു. അതേപോലെ നിങ്ങളിപ്പം ഇത്രയും വണ്ടി ഉപയോഗിച്ചപ്പം എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു എന്ന് തോന്നുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് നമ്മൾ കൊറിയർ സർവീസ് ആയതുകൊണ്ട് തന്നെ ഇതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആദറിന് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമില്ല. പിന്നെ റിസ്തക്ക് ഇതിൽ സ്മാർട്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിസ്തക്ക് സ്മാർട്ട് ഹെൽമെറ്റ് ചാർജ് ചെയ്യാനുള്ള സാധനമാണത്. അപ്പോൾ ഇതിൽ നമുക്കൊരു അഡാപ്റ്റർ വാങ്ങിയാൽ ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. പക്ഷെ അന്ന് അതിന് 1000 രൂപ ആയിരുന്നു. വാങ്ങണവർക്ക് വാങ്ങാം. പക്ഷെ അത് എത്രയോ മാസങ്ങളോളം ഞാൻ ചോദിച്ചിട്ടും അത് ഷോറൂമിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞേ. ഇപ്പൊ അതിന് 50% ഓഫറൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടൊക്കെ അത് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നുള്ള മെയിൻ പ്രശ്നം ഇത് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതാണ്. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു. പല ടയർ മാറ്റുന്ന ഭാഗങ്ങളിലും അത് ഇവിടെ എവിടെ വെക്കുക എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല അവർക്ക്. പിന്നെ ഈ സാധനം ഇത് അയക്കാനും വെക്കാനും, ഇത് ടയർ മാറ്റുന്നവർക്ക് ഒരു വെറുപ്പാണ്. സെൻട്രൽ സ്റ്റാൻഡും ഇല്ല. ഈ ഇത് എന്തിനാ അത്രയും വലിയ സാധനം ഇപ്പുറം ഉണ്ട്, ഇത് എന്തിനാ വെച്ചെന്നുള്ള. പിന്നെ അതുമല്ല, ഇത് പെട്ടെന്ന് ചളിയാവുന്നുണ്ട്, വൃത്തികേടാൻ വണ്ടി. അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഈ സെൻട്രൽ സ്റ്റാൻഡും ഫ്രണ്ടിൽ എവിടെയെങ്കിലും ചാർജർ പോയിന്റും ഒക്കെ ഉണ്ടായാൽ ബെറ്റർ ആയിരുന്നു. പിന്നെ ഇത് വേറെ ഗുണം, ഇത് ടച്ച് ഇല്ലായിരുന്നു. അത് സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ അവർ ടച്ച് ആക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു ഇതാണ്. പിന്നെ 450Xന് എൻ്റെ സുഹൃത്ത് എൻ്റെ റെക്കമെൻഡിൽ വാങ്ങിയ ആളാണ്. അപ്പോൾ അവനിപ്പോൾ അടുത്ത് പറയുന്നുണ്ട് ഇതിൽ ക്രൂയിസ് കൺട്രോൾ വന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്വിച്ചുകൾ, പ്രത്യേക ക്രൂയിസ് കൺട്രോളിന് സ്വിച്ചുകളൊന്നും ഇല്ല, അതെങ്ങനെ അത് അപ്ഡേഷൻ ആയി. അപ്പോൾ ഈ റിവേഴ്സിൻ്റെ സ്വിച്ച് തന്നെ ക്രൂയിസ് കൺട്രോൾ ആയി. ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് ആ ബ്രേക്കിൻ്റെ സമയത്ത് എത്രയാണോ സ്പീഡ്, അതിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ പിന്നെയും ഓടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മൾ ആക്സിലേറ്റർ ഒന്ന് കൂട്ടി സ്പീഡ് കൂടി, ആ കൂടിയ സമയത്തും എത്രയാണോ അതിൻ്റെ ആ സ്പീഡ് പോകുന്നത് അതിലും ഈ ക്രൂയിസ് കൺട്രോൾ നിന്നിട്ട് അതേ ലെവലിൽ പോകും. എനിക്ക് നല്ലൊരു സൗകര്യമായി തോന്നി. അത് നമുക്ക് പ്രത്യേകം ഓഫാക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രേക്ക് പിടിച്ചാൽ അത് പോകുന്നുണ്ട്. പിന്നെ സ്വിച്ച് ഓഫ് ആക്കിയാലാണ് അത് ഓഫാവുന്നത്. അതൊരു ഗുണമുണ്ട്. അതേപോലെ ഇതൊരു കൊമേഴ്ഷ്യൽ യൂസിനുള്ള വണ്ടിയല്ലേ? നിങ്ങളെ വീട്ടിൽ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോ? കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ പണി മുടങ്ങുമെന്നുള്ളത്. കാരണം ഇതിന്മേലാണ് നമ്മുടെ വരുമാനം. അതുകൊണ്ട് തന്നെ ഈ മറ്റു പെട്രോൾ വണ്ടീനെ അപേക്ഷിച്ച് ഇത് സർവീസ് കിട്ടാൻ കുറച്ച്, കാരണം ഷോറൂമിൽ തന്നെ പോകണം. അപ്പോൾ കൊമേഴ്ഷ്യൽ യൂസിന് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറമെ നമ്മളൊരു പെട്രോൾ വണ്ടി കാണണം. എൻ്റെ അടുത്ത് അതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ആക്റ്റീവ ഞാൻ വിറ്റിട്ടില്ല, അത് വീട്ടിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിന് എന്തേ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ പണി മുടങ്ങരുത്. കാരണം പകൽ കണ്ടിന്യൂസ് വർക്ക് ആയതുകൊണ്ട് ഈ കൊറിയർ
കൊറിയർ സർവീസ് ആയതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് ഡെലിവറി ചെയ്യണം. അത് അന്ന് ചെയ്തില്ലെങ്കിൽ പിറ്റത്തും കൂടി നമ്മൾ ഓവർലോഡ് ആയി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ വണ്ടി അവിടെ സ്റ്റോക്കാണ്. അതായത് വെറുതെ കറങ്ങാനോ എന്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമില്ല പെട്രോൾ വണ്ടി ആവശ്യം. പക്ഷേ ഇതൊരു കൊമേഴ്സ്യൽ യൂസിന് നമ്മൾ വരുമാനം എന്നുള്ളതിലേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് അത് നമ്മൾ തന്നെ ആണെന്നില്ല, ഫ്രണ്ട്സിൻ്റെ അവിടെ വെറുതെ കിടക്കുന്ന അങ്ങനെയൊക്കെ ആയാലും മതി. അപ്പോൾ ഓക്കെ ഷിയാബ്, എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ബ്രോ, എന്തായാലും ശരി, കാണാം.